അപ്പോൾ കൂടാതെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായ കൊണ്ട് നമ്മളൊന്ന് വറുവലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ചെയ്ത് നോക്കും, സൂപ്പറാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായ നമുക്ക് സാമ്പാറിലും അവിയലൊക്കെ വെക്കാൻ എടുക്കുന്ന പച്ചക്കായാണ്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നല്ല ഒരു ചരുവത്തിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് വേവിച്ചെടുക്കാനാണ്. നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ. ഇപ്പൊ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്, ഒരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിഞ്ചുപ്പ്, ഒരു അരനാരങ്ങയുടെ നീര്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ പച്ചക്കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, അരപ്പിനകത്തോട്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിക്കണം. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചൂടോടെ തന്നെ ചെയ്യുമ്പോൾ നല്ലോണം പിടിക്കും മസാല. അപ്പം നമ്മൾ മൊത്തത്തിൽ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി അതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ വെച്ചതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ, നല്ലോണം മുരിച്ചെടുക്കണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ചായയുടെ കൂടോ ചോറിന്റെ കൂടോ എങ്ങനെ വേണേലും ഇത് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്ക്, നല്ല അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.